തെരുവ് നായ്ക്കൾ ഒരു നല്ല കാര്യം ചെയ്യുന്നത് ആദ്യമായിട്ട് കാണാനിടയായി. തെരുവ് നായ്ക്കളെ കൊണ്ടുള്ള ശല്യം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമാണ് കേരളത്തിൽ. ഇപ്പോൾ അത്രത്തോളം എണ്ണമുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ കൊല്ലത്ത് പോയിട്ട് വന്ദേ ഭാരത് ട്രെയിനിൽ വന്നിട്ട് എനിക്ക് ഈ നമ്മുടെ മെട്രോ ട്രെയിനിലോട്ട് കയറണം. അപ്പോൾ അതിനു വേണ്ടി ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഞാനും എൻ്റെ ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് വരുമ്പോൾ അവിടെ ഒരു 50ഓളം നായ്ക്കളാണ് അവിടെ കിടന്ന് കടി കൂടുന്നു, വലിയ ശബ്ദത്തിൽ കുരയ്ക്കുന്നു. ഈ ആളുകൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പാൻറ് ഇട്ടിരുന്നതാണെങ്കിൽ അല്ലാതെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒരു പരീക്ഷ ഉണ്ട്. ഞാൻ മുണ്ട കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് പേടിയായി. കാരണം ഇത് അന്ന് കാലേ കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഞാൻ ഇപ്പുറത്ത് വന്ന്. അപ്പം സ്ഥിരമായിട്ട് അവിടെ അതിലേ പോകുന്നവരെയൊക്കെ കാര്യവും ഗതികളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ്. 2-3 ദിവസം മുമ്പാണ് ഒരു കുഞ്ഞിനെ 3 വയസ്സുകാരൻ്റെ അവൻ്റെ ചുണ്ട് അതുപോലെ വായ്ക്കകത്ത് കടിച്ചു. അവൻ്റെ മുഖത്തും ഒക്കെ കടിയേറ്റ് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്ക് ആ കുഞ്ഞിന് പറ്റിയിട്ടുണ്ട്. അതിന് പേവിഷബാധയുള്ള നായാണെന്ന് സംശയിക്കപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഈ മുഖത്തൊക്കെ കടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് വർക്ക് ചെയ്യണം. ആ ഇമ്മ്യൂണോഗ്ലോബുലിനും അതുപോലെ തന്നെ റാബീസ് വാക്സിനും അത് ചേർന്ന് അത് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിലുള്ള കുഴപ്പം ഇത് പെട്ടെന്ന് തലച്ചോറിലേക്കാണ് ബാധിക്കുന്നത്. അത് എളുപ്പമുണ്ടോ പോയ അങ്ങനെയാണ് ഈ ആളുകൾ പേവിഷബാധ ഏറ്റവും മരിക്കുന്നത്. അതുകൊണ്ട് ഈ മുഖത്ത് കടിയേക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം, തലയിലും മുഖത്തുമൊക്കെ. വേറൊന്ന് ഒരു വളരെ സങ്കടകരമായ ഒരു വാർത്തയും അതിന് പടവും അത് കണ്ടേക്കാം. അത് ഒന്നുകൂടെ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ഒരു സ്ത്രീയുടെ തലയിൽ അത് കടിച്ച് കീറി മുടിയും ആ തലയുടെ തൊലിയും ഉൾപ്പെടെ അങ്ങ് പോയിക്കാണ് മുഴുവൻ. ആ സ്കള്ള് മാത്രം ആ സഹോദരിയുടെ നമുക്ക് കാണാനിടയായി. അപ്പോൾ ഇതുപോലെ ഇത്രത്തോളം ഉപദ്രവങ്ങളാണ്. ആ ഒരു നായ എന്ന് പറയുന്നത് ഏതാണ്ട് 27 പേരെ കടിച്ചെന്നാണ് പറയുന്നത്. 27 പേര്. ഇത് നടന്ന് കടിക്കാൻ ഇതിന് ബോധമില്ലല്ലോ. വിഷബാധ ബാധിച്ചു കഴിഞ്ഞാൽ ഒന്നും അതിന് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. ഈ കാണും ഈ പട്ടികൾ നായൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അലസമായിട്ടിങ്ങനെ നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക, അതിനകത്ത് വേച്ച് പോവുക, ഇങ്ങനെയൊക്കെ കാണുക. അല്ലെങ്കിൽ വായിൽ നിന്ന് നുരയും പതയൊക്കെ താഴെ വീഴുക. ആ രീതിയിലൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിലും മനസ്സിലായിക്കൊണ്ടോ അതിന് വിഷബാധയുണ്ടെന്ന്. അത് വളരെ അതിനൊന്നും ചെയ്യാനൊക്കാത്തത് കൊണ്ടാണ്. അതിന് ബോധമില്ലല്ലോ. എന്നിട്ട് അത് പോകുന്നവരിടത്തെല്ലാം കിട്ടുന്നിടത്തെല്ലാം ആളുകളെ എല്ലാം കടിക്കും, കാണുന്നവരെല്ലാം കടിക്കും, കല്ലേ പോലും കടിക്കും. ആ രീതിയിലാണ് അതിന്. കാരണം അതിന് വയ്യാത്തതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് കാണാനിടയായ ഒരു സംഭവം ഏഷ്യാനെറ്റിലെ നമസ്തേ കേരളത്തിൽ അത് കാണിച്ചിരുന്നു. വളരെ രസകരമായൊരു കാര്യമാണ്. കാരണം അത് ഒരു കാട്ടുപോത്ത് റോഡിൽ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കൂടെ അഞ്ഞിറങ്ങുന്ന റോഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 3-4 തെരുവ് നായ്ക്കളുണ്ടല്ലോ, അത് കുരച്ചങ്ങോട്ട് ബഹളം ഉണ്ടാക്കി ഇതിനെ നേരെ അങ്ങോട്ട് ചെന്നു. ഉടനെ ആദ്യം കാട്ടുപോത്ത് ഇതിനെ തിരിച്ചാക്രമിക്കാനൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് അപ്പുറത്തോട്ട് മാറും, പുറകോട്ട് മാറി വീണ്ടും. അപ്പോൾ അതിന് കടി കിട്ടുമെന്ന് അതിന് പേടിയുണ്ട് കാട്ടുപോത്തിന്. അത്രയും വിവരം അതിനുണ്ട്. അപ്പോൾ അത് നോക്കി കുറച്ച് നേരമൊക്കെ അത് പിടിച്ചു നിന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ജീവനും കൊണ്ട് ഓടി അങ്ങ് കാട്ടിലോട്ട് പോയി. അപ്പോൾ ഈ തെരുവ് നായ്ക്കളെ വിചാരിച്ചത് കൊണ്ട് അതിനെ പായിച്ചു വിടാൻ പറ്റി. അങ്ങനെ ഒരു നല്ല കാര്യം നമ്മൾ കണ്ടു. അതേപോലെയാണ് അന്നേരം വേറൊരു സംഭവം കേട്ടെ. ഒരു പുള്ളിപ്പുലി ഇതേപോലെ ഇറങ്ങി വന്നു. പട്ടികളെല്ലാം കൂടെ ഓടിച്ച് അത് റെഡിയാക്കി അതിനെ കയറ്റി വിട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ സാമ്രാജ്യത്തിലേക്ക് വേറൊരാൾ ഒരു അന്യം കടന്നു വരികയാണ്. ഈ കാട്ടുപോത്തെന്ന് പറയുന്നത് കാട്ടിൽ വളരേണ്ട സാധനമാണ്. അത് ഇവിടെ ഇറങ്ങേണ്ട കാര്യമില്ല. അത് ഈ തെരുവ് നായ്ക്കളുടെ സാമ്രാജ്യമാണ് ഈ തെരുവ്. ഇപ്പോൾ അങ്ങനായി. ഇപ്പം നമുക്ക് നടക്കാൻ പോകുമ്പോഴൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വടിയും കൊണ്ടേ നടക്കാൻ പാവുള്ളൂ. എങ്ങനെയായാലും ഒരു 10-15 എണ്ണത്തിനെ നമ്മൾ പോകുന്ന വഴിയിൽ കാണും. ഈ ഒരു 4-5 കിലോമീറ്ററിനകത്ത് എപ്പോഴും കാണും. അപ്പം അതിനെ നമ്മൾ വടി കയ്യിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് അടുത്ത് വരത്തില്ല, ഉറപ്പാണ്. അതിനറിയാം, നല്ലതായിട്ട് അതിനറിയാം. വടി നമുക്ക് ചെറുതായിട്ട് നമുക്ക് നിവർത്താവുന്ന വടി ചെറിയതായിട്ടായിരിക്കും നമ്മുടെ കയ്യിലുള്ള ഒരു 6-7 ഇഞ്ചോ വലിപ്പത്തിലുള്ള സാധനമായിരിക്കുന്നിരിക്കട്ടെ. അത് കണ്ടാൽ പോലും ഈ നായ്ക്കറിയാം ഇത് വടിയാണ്,
ഇവൻ്റെ അടുത്ത് പോയാൽ അടി കിട്ടും എന്നുള്ളത് അതിനറിയാം. അതുകൊണ്ട് വരികയില്ല. എന്നെ കാണുമ്പോൾ ഞങ്ങളുടെ പരിസരത്ത് വരാറില്ല. അതിൽ എന്നാൽ വേറെ ആളുകളെയൊക്കെ പതുക്കെ ചുറ്റും നടന്ന് ഉണപ്പിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. വലിയ ഉപദ്രവം ഇതിനെക്കൊണ്ട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇത് എന്തെങ്കിലും വിധത്തിൽ ഇതിനെ നിയന്ത്രിച്ചില്ലെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളപ്പം പക്ഷേ ആകെപ്പാടെ ഒരു നല്ല കാര്യം ഞാൻ ഇതിനെക്കൊണ്ട് കണ്ടത് ഇതാണ്. അതും നമ്മളെ ഗുണപ്പെടുത്താനൊന്നുമല്ല, അതിൻ്റെ സാമ്രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി അത് ചെയ്തെന്നുള്ളതല്ലാതെ ഈ ജനങ്ങളെ കാട്ടുപോത്ത് ആക്രമിക്കും അതുകൊണ്ട് അതിനെ ഓടിച്ചു വിട്ടു എന്നുള്ളതല്ല. പുതിയൊരുത്തൻ അതിൻ്റെ സ്ഥലത്തേക്ക് കടന്നു വരുന്നു, അപ്പോൾ അവനെ അതിന് ചെറുക്കണം. അതിനു വേണ്ടി ചെയ്ത പണിയാണ്. ഏതായാലും നടക്കട്ടെ, നല്ല കാര്യം. അങ്ങനെ ഒരു നല്ല കാര്യം കാണാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇതിനെ കൊണ്ടൊരു നല്ല കാര്യം കാണുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ദുരിതമാണ് കാണുന്നതും കഷ്ടപ്പാടാണ് കാണുന്നതും. ഏതായാലും ആ തെരുവ് നായ്ക്കളുടെ ഇന്നത്തെ ഈ പ്രവൃത്തി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതോടൊപ്പം ആ കുഞ്ഞിനെ കടിച്ചു കീറപ്പെട്ട മുഖം ഉള്ള കുഞ്ഞ്, അതുപോലെ തലയിൽ വലിയ മുറിവുണ്ടായ സ്ത്രീ, മുറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ കടിച്ച് പറിച്ച് ഭരിച്ച് കളഞ്ഞേക്കാണ് അവർ. അതിൻ്റെ പടം അതേപോലെ പത്രത്തിലിട്ടിരുന്നു. അത് കണ്ട് വളരെ സങ്കടമായി. അപ്പം ഇത് നമ്മൾ അന്ന് ഏതാണ്ട് 27 പേരെ കടിച്ചു. വീണ്ടും എത്ര പേരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്? കടിയേറ്റിട്ട് എത്ര പേരാണ്? ഇതിനൊക്കെ വലിയ ചിലവില്ലേ? ഇതൊക്കെ ആവശ്യമില്ലാത്ത സാമ്പത്തിക ഭാരം ആളുകൾക്കുണ്ടാകല്ലേ ഇതുമൂലം? അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കേണ്ടതെന്ന് പറയുന്നത് വളരെ വലിയ ഒരു അനിവാര്യതയാണ്. ഇതിന് പലരും ആഹാരം കൊടുക്കുന്നുണ്ട്. ഈ ആഹാരം കൊണ്ട് കൊടുക്കുന്നത് വളരെ ഉപദ്രവമാണ്. കാരണം ഈ ആഹാരം കിട്ടുന്ന ആ ഭാഗത്ത് മാത്രമായിട്ട് ഇത് സംഘം ചേർന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ ഉണ്ട്. അത് കുറച്ച് പേരേ കൊടുക്കുള്ളൂ. അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, ഇല്ലയെന്ന് പറയാൻ ഒക്കത്തില്ല. അവർക്ക് വലിയ മനസ്സുള്ളവരായിരിക്കും, അത് ശരിയാണ്. പക്ഷേ അവരുടെ ഈ വലിയ മനസ്സ് ഉണ്ടാകുന്ന നഷ്ടമുണ്ടല്ലോ, ഒരുപാട് വലുതാണ് എന്ന് അവരൊന്ന് തിരിച്ചറിയണം. കൊടുക്കേണ്ടെന്നല്ല. ഇതിന് ഫീഡിങ് സെൻ്ററൊക്കെ ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞേക്കുന്ന പോലുള്ള ഫീഡിങ് സെൻ്ററുകളൊക്കെ ഏർപ്പെടുത്തണം. അത് ലോക്കൽ ബോഡികളുടെ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതിൻ്റെയൊക്കെ ഇവരുടെ എല്ലാം ബാധ്യതയാണ്. അത് ചെയ്യണം. ഇതിനെ നിയന്ത്രിക്കാം. തെരുവ് നായകളെല്ലാം തെരുവിൽ നിന്ന് മാറ്റും. തെരുവെന്ന് പറയുന്നത് നായ്ക്ക് വേണ്ടിയുള്ളതല്ല, അതൊന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് അത് തെരുവ് നായ്ക്കളെന്ന് തന്നെ പറയേണ്ട കാര്യം തന്നെ ഇല്ല. യഥാർത്ഥത്തിൽ തെരുവ് അവരുടേതല്ല, മനുഷ്യർക്കുള്ളതാണ് യഥാർത്ഥത്തിൽ. അത് കഴിഞ്ഞല്ലേ ഉള്ളൂ. അതിനൊക്കെ തെരുവിലൂടെ നടക്കുക എന്ന് പറയുന്നത് മനുഷ്യരുടെ ആണ്. നായ്ക്ക് ഈ ടാറിട്ട റോഡുകളോ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കണം. ഇതിനെ സ്നേഹിക്കുന്നവർ നല്ല കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും. പക്ഷേ അത് വലിയ ഉപദ്രവങ്ങളിലേക്ക് മാറിപ്പോകുന്നുണ്ട്.